വിവാഹോത്തര ബന്ധത്തിന്റെ പേരിൽ വിവാഹമോചനം അനുവദിക്കപ്പെട്ട സ്ത്രീക്ക് ജീവനാംശം ലഭിക്കാൻ അർഹതയില്ലെന്ന് ഹൈക്കോടതി. ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ CRPC സെക്ഷൻ 125 പ്രകാരം ജീവനാംശം ലഭിക്കാൻ അർഹതയില്ലെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി പറഞ്ഞു. കൂടാതെ കുടുംബ കോടതി സ്ത്രീക്ക് പ്രതിമാസം 4000 രൂപ ജീവനാംശം അനുവദിച്ചത് കോടതി റദ്ദാക്കുകയും ചെയ്തു. ജസ്റ്റിസ് അരവിന്ദ് കുമാർ വർമ്മയുടെ ബെഞ്ചിലാണ് വിധി പ്രസ്താവിച്ചത്. ജീവനാംശം സംബന്ധിച്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ഭർത്താവും കൂടുതൽ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് ഭാര്യയും സമർപ്പിച്ച 2 പുനർപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. 2019 ദമ്പതിമാർ വിവാഹിതരാകുന്നത്. എന്നാൽ പെട്ടെന്നു തന്നെ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായി. ഭർത്താവും കുടുംബവും മാനസികമായി പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ഭാര്യ 2021 മാർച്ചിൽ വീട് വിട്ടിറങ്ങി. തുടർന്ന് പ്രതിമാസം 20,000 രൂപ ജീവനാംശമായി ആവശ്യപ്പെട്ട് റായ്പൂർ കുടുംബ കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഭർത്താവിൻ്റെ സർക്കാർ ജോലിയും മറ്റ് വാടക വരുമാനവും ഉൾപ്പെടെ ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ചൂണ്ടിക്കാട്ടിയാണ് വലിയ തുക അവർ ജീവനാംശം ആവശ്യപ്പെട്ടത്. എന്നാൽ ഭാര്യയ്ക്ക് തൻ്റെ ഇളയ സഹോദരനുമായി വിവാഹോത്തര ബന്ധമുണ്ടായിരുന്നതായി ആരോപിച്ച് ഭർത്താവ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകി. ഭർത്താവിൻ്റെ വാദം സ്വീകരിച്ച കുടുംബം കോടതി 2023 സെപ്റ്റംബറിൽ വിവാഹോത്തര ബന്ധത്തിൻ്റെ പേരിൽ വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു. എങ്കിലും റായ്പൂർ കുടുംബത്തിൽ കോടതി ഭാര്യയ്ക്ക് പ്രതിമാസം 4000 രൂപ ജീവനാംശമായി നൽകാൻ വിധിച്ചിരുന്നു. ഈ തീരുമാനത്തിൽ പിഴവുള്ളതായി ഹൈക്കോടതി കണ്ടെത്തി. വിവാഹമോചനത്തിന് ശേഷം മറ്റൊരു പുരുഷനുമായി ജീവിക്കുന്ന സ്ത്രീ CRPC സെക്ഷൻ 125 പ്രകാരം ജീവനാംശം ആവശ്യപ്പെടുന്നതിന് അയോഗ്യയാണെന്ന് കോടതി വിധിച്ചു. മറ്റൊരു പുരുഷനുമൊത്ത് ജീവിക്കുന്ന ഭാര്യയ്ക്ക് ജീവനാംശം തടയുന്ന CRPC സെക്ഷൻ 125(4) CRPC പരാമർശിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ബെഞ്ചിൻ്റെ വിധി. എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.